വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിൽ ഫായിസീന ബിറല്ലാഹി അമ്മാ ബഅദ്. ആദരണീയരായ ഈ പ്രൗഢമായ സദസ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെയൊക്കെ ബഹുമാന്യനായ നായകൻ, നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലാ ഖാളി സമസ്ത കേന്ദ്ര മുഷാവറ അംഗ കൂടിയായിട്ടുള്ള മുന്യരായ ഷെയ്ഖുന തോക്ക ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരണീയരായ ഈ പ്രൗഢമായ സദസ്സിൽ സന്നിധരായിരിക്കുന്ന സുന്നി യുവജന സംഘത്തിന്റെ ജില്ലയിലെ പ്രഗത്ഭരായ നേതാക്കളെ, ബഹുമാന്യരായ ഇന്നത്തെ വിശിഷ്ടാതിഥികൾ, എന്റെ തൊട്ടു മുമ്പ് സംസാരിച്ച പ്രിയങ്കരനായ ഫാദർ, പ്രിയപ്പെട്ട നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ, ബഹുമാന്യരായ മറ്റു വ്യക്തിത്വങ്ങൾ, ആദരണീയരായ എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മത പ്രത്യശാസ്ത്രാനുഭാവികൾക്ക് ഒരായിരം സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം നേടിയതിന്റെ ആഹ്ലാദം പങ്കുവെക്കുന്ന ഒരു വേളയിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇന്ത്യ മഹാരാജ്യത്തെ 130 കോടിയിലേറെ വരുന്ന ജനത ബ്രിട്ടീഷുകാരന്റെ ക്രൂരമായ കിരാതമായ ഭരണവാഴ്ചക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് 1947 ഓഗസ്റ്റ് 15 അഭിമാനപൂർവ്വം നമ്മൾ നേടിയെടുത്ത മഹത്തായ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്ന, അയവിറക്കുന്ന ഒരു വേളയിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഒരു സുദീർഘമായ പ്രസംഗത്തിന്റെ സമയമല്ല, മഗ്‌രിബിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം രാവിലെ മുതൽ തന്നെ ഒരുപാട് സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തവരാണ് ഈ സദസ്സിൽ ഇരിക്കുന്നത് എന്ന ഉത്തമമായ ബോധ്യമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം കേവലമായ ഒരു ആചാരം പോലെ, അല്ലെങ്കിൽ ഒരു ചടങ്ങ് പോലെ, അല്ലെങ്കിൽ കേവലമായ ഒരു പ്രകടനപരതക്ക് നമ്മളിത് ചെയ്യുന്നതല്ല. നേരെ മറിച്ച് SYSനെ സംബന്ധിച്ചിടത്തോളം പൂർവസൂരികളായ നേതാക്കൾ കാണിച്ചു തന്ന, അവര് വെട്ടിത്തെളിച്ച പാതയിലൂടെയുള്ള മുന്നോട്ടുള്ള ഗമനമാണ് ഈ പരിപാടി എന്ന് അഭിമാനപൂർവ്വം ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 78ാം സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് കടക്കുമ്പോ, സ്വാതന്ത്ര്യത്തിന് പ്രായം കൂടി വരുമ്പോ, ഞാൻ പറയുന്ന വാക്കുകൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് പ്രായം കൂടി വരുമ്പോ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാനുള്ള പ്രതിജ്ഞ പുതുക്കേണ്ട ഒരു നേരമാണ് ഈ സ്വാതന്ത്ര്യ ദിനം എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ചെങ്കോട്ടയിൽ, ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ട് സാക്ഷാൽ പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞ വളരെ പ്രസിദ്ധമായ ചില വാക്കുകളുണ്ട്. ദ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പേരിൽ അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ മനോഹരമായ ആ വേളയിൽ സാക്ഷാൽ നെഹ്റു രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറയുന്നത്, ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോ നാം ഭാരതീയർ, നാം ഇന്ത്യക്കാർ ഇതാ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പുതുപുലരിയിലേക്ക് ഉണരുകയായി എന്ന്. ലോകം ഉറങ്ങിക്കിടക്കുന്ന നേരത്ത്
നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലേക്ക് ഇതാ ഉണരുകയായി എന്ന മനോഹരമായ സന്ദേശമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്വാതന്ത്ര്യ ദിനം ഇത്ര പൊലിവോടുകൂടെ നമ്മൾ കൊണ്ടാടുന്നതിന്റെ താല്പര്യം എന്തെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വളരെ വ്യക്തമാണ്. സ്വാതന്ത്ര്യമില്ലാത്ത ഇടങ്ങളിൽ ലഭ്യമാകുന്ന സൗകര്യങ്ങളെല്ലാം അർത്ഥപൂർണമാണ് എന്ന മനുഷ്യന്റെ ഉറച്ച ബോധ്യമാണ് സ്വാതന്ത്ര്യത്തെ ഇത്രമേൽ മഹത്വമുള്ളതാക്കി മാറ്റുന്നത്. സ്വാതന്ത്ര്യമില്ലാത്ത സൗകര്യങ്ങള്, സ്വാതന്ത്ര്യമില്ലാത്ത സംവിധാനങ്ങള്, സ്വാതന്ത്ര്യമില്ലാത്ത ഫെസിലിറ്റി, ഇതൊന്നും ആസ്വദിക്കാൻ ഒരുപക്ഷെ മനുഷ്യനെ കൊണ്ട് സാധ്യമായി കൊള്ളണമെന്നില്ല. അതേസമയം സ്വാതന്ത്ര്യമുള്ള ഇടത്ത് ഉണ്ടാകുന്ന പരിമിതികളെ പോലും ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോകാൻ ഏതൊരു മനുഷ്യനും സാധ്യമാകും. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം എന്ന വാക്ക്, ഇൻഡിപെൻഡൻസ് എന്ന വാക്ക്, ഫ്രീഡം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. 78 വർഷങ്ങൾ പിന്നിടുമ്പോ ഈ രാജ്യത്തെ ദളിതന് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോ, ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോ, മണിപ്പൂരുകൾ ആവർത്തിക്കപ്പെടുമ്പോ, ഗുജറാത്ത് ആവർത്തിക്കപ്പെടുമ്പോ, യുപിയുടെ പല ഭാഗങ്ങളിലും വേദനാജനകമായ വാർത്തകൾ കേൾക്കേണ്ടി വരുമ്പോ, രാജ്യത്തിന്റെ പല ഭാഗത്തും പല രീതിയിലുള്ള വാർത്തകൾ കേൾക്കേണ്ടി വരുമ്പോ രാജ്യത്തെ ജനത എന്തുകൊണ്ട് അസ്വസ്ഥരാകുന്നു എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ളത് സ്വാതന്ത്ര്യം എന്നത് തന്നെയാണ്. സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും ഞങ്ങൾ തൃപ്തിപ്പെടില്ല എന്ന് രാജ്യത്തിന്റെ മുൻ തലമുറ ഉറക്കെ പറഞ്ഞത് അതുകൊണ്ടാണ്. ജോർജ് ബൂബന്റെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ അങ്ങ് ലണ്ടനിൽ പോയിക്കൊണ്ട് സൂര്യനെ ശ്രമിക്കാത്ത സാമ്രാജ്യം എന്നാണ് അന്ന് ബ്രിട്ടൻ അവരെ തന്നെ പറഞ്ഞിരുന്നത്. കാരണം യൂറോപ്പിന്റെ പല ഭാഗങ്ങള്, ആഫ്രിക്കയുടെ ഒട്ടുമുക്കാല് ഭാഗങ്ങള്, ഏഷ്യയുടെ പല ഭാഗങ്ങള്, അമേരിക്കൻ നാടുകൾ എല്ലാം അവരുടെ കോളനിയായിരുന്നു. ആ കോളനികളിൽ ഒരു നാട്ടില് സൂര്യൻ ഉദിക്കുമ്പോ മറ്റൊരു നാട്ടില് സൂര്യൻ അസ്തമിക്കുമാറ് ഈ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ സാമ്രാജ്യത്തിന്റെ ദംഷ്ടങ്ങൾ അമർത്തി പിടിച്ചുകൊണ്ട് ഈ ലോകത്ത് വലിയൊരു അതീശത്വ ശക്തിയായിട്ട് വളരാൻ അന്നത്തെ ബ്രിട്ടന് സാധ്യമായിരുന്നു. അതുകൊണ്ട് അവർ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. ആ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അന്നത്തെ കാലത്ത് അധിപനായിരുന്ന ജോർജ് ബൂഫൻ അയാളുടെ മുമ്പിൽ ചെന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രതിനിധിയായിട്ട് കടന്നുപോയ, ഈ സമുദായത്തിന്റെ കൂടി പ്രതിനിധിയായ മഹാനായ മൗലാന മുഹമ്മദ് അലി, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിസ്മരിക്കാനാവില്ല. ഈ സ്വാതന്ത്ര്യത്തിന്റെ സായാഹ്നത്തിൽ അഭിമാനപൂർവ്വം നമ്മൾ ഓർക്കേണ്ട നാമങ്ങളിൽ ഒന്നാണ് മഹാനായ മൗലാന മുഹമ്മദ് അലി. ജോർജ് ബൂഫന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുന്ന, ജോർജ് അഞ്ചാമന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്ന മനോഹരമായ ഒരു പ്രസ്താവനമുണ്ട്. ആ പ്രസ്താവന ഇങ്ങനെയാണ്: I would prefer to die in a foreign country so long as it is a free country. എത്ര കൃത്യമായ, എത്ര മനോഹരമായ ഒരു വചനമാണ്. I would prefer to die in a foreign country so long as it is a free country. If you don't give us freedom in India, you have to give me a grave here. ഈ രാജ്യം സ്വതന്ത്രമായിരിക്കുന്ന കാലത്തോളം മൗലാന മുഹമ്മദ് അലി പറയാണ്, എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നിങ്ങൾ തരുന്നില്ല എങ്കിൽ എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കൈക്കൂമ്പിളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് പോകാനാണ് ഞാൻ ഇവിടെ വരെ വന്നത്. ആശുപത്രി കിടക്കയിൽ നിന്നാണ് അദ്ദേഹം വട്ടമേശ സമ്മേളനത്തില് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി പോയത്. മൗലാന മുഹമ്മദ് അലി പറഞ്ഞു, എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ചോദിച്ചു വാങ്ങാനാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്റെ രാജ്യത്തിന് നിങ്ങൾ സ്വാതന്ത്ര്യം നൽകുന്നില്ല എങ്കിൽ, if you don't give us freedom in India, ഇന്ത്യയിൽ നിങ്ങൾ ഇനി ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല എങ്കിൽ ഈ സ്വതന്ത്ര രാജ്യത്ത് നിങ്ങൾ എനിക്ക് ഒരാറടി മണ്ണ് നൽകണം. ഒരടിമ രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ മൗലാന മുഹമ്മദ് അലി, ആ മൗലാന മുഹമ്മദ് അലി കിടക്കുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ മൂന്നാമത്തെ ഹറമായ ബൈത്തുൽ മുഖദ്ദസിലാണ്. മസ്ജിദുൽ അഖ്സയിലേക്ക് പോയവർ, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാകും. അൽഹംദുലില്ലാ, ഞാൻ 2 തവണ അവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അഭിമാനപൂർവ്വം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സേനാനി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവ് മൗലാന മുഹമ്മദ് അലി ഇവിടെയാണ് കിടക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ മക്ബറയുടെ മുമ്പിൽ മസ്ജിദുൽ അഖ്സയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. I would prefer to die in a foreign country. എനിക്ക് വിദേശ മണ്ണിലാണെങ്കിലും കുഴപ്പമില്ല, അടിമ രാജ്യത്ത് മരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ ധീരദേശാഭിമാനിയുടെ
ഏറ്റവും ഉദാത്തമായ ഓർമ്മകള് നമ്മൾ ഇവിടെ പങ്കുവെക്കുകയാണ്. എന്താ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്? സ്വാതന്ത്ര്യം പരമമാണ് എന്നത് തന്നെയാണ്. രാജ്യത്ത് നികുതി നടപ്പിലാക്കിയപ്പോ മഹാനായ ഉമർ ഖാളിയ പറഞ്ഞത് ഈ രാജ്യത്ത് പറന്നവരാണ് ഞങ്ങള്, നിങ്ങൾ ഈ രാജ്യത്തേക്ക് വിദേശത്ത് നിന്ന് വന്നവരാണ്, നിങ്ങൾ വിദേശികളാണ്, ഈ രാജ്യം ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ രാജ്യത്ത് ജീവിക്കാൻ വിദേശികളായ നിങ്ങൾക്ക് നികുതി നൽകാൻ ഞങ്ങൾക്ക് മനസ്സില്ല, നികുതി തരാൻ ഞങ്ങൾ തയ്യാറല്ല. രാജ്യത്ത് ആദ്യമായിട്ട് നികുതി തരില്ല എന്ന് ബ്രിട്ടീഷുകാരന്റെ മുഖത്ത് നോക്കിയിട്ട് ആർജവത്തോടുകൂടെ പ്രഖ്യാപിച്ച ധീരതയുടെ പേര് എന്ത് എന്ന് ചോദിച്ചാൽ അത് മഹാനായ ഉമർ ഖാളി എന്നതാണ് ഉത്തരമെന്ന് ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം ഓർക്കേണ്ട നേരമാണ്. ചരിത്രത്തെ വക്രീകരിക്കുമ്പോ, ചരിത്രത്തെ വളച്ചൊടിക്കുമ്പോ, പുതിയ ചരിത്രങ്ങൾ അവതരിപ്പിക്കുമ്പോ, പുതിയ കാലത്ത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രതിരോധ പ്രവർത്തനം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പ്രതിരോധ പ്രവർത്തനം ചരിത്രത്തെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നതാണ്. ഉമർ ഖാളിയെ പറയാതെ എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം പൂർണ്ണമാവുക? മൗലാന മുഹമ്മദ് അലിയെ ഓർക്കാതെ എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം പൂർണ്ണമാവുക? ഞാൻ എന്റെ പ്രിയപ്പെട്ട സദസ്സിനോട് ചോദിക്കട്ടെ, നിങ്ങൾക്കറിയുമോ അബ്ദുൽ ഹബീബ് യൂസുഫ് മർഫാനി എന്ന് പറയുന്ന ഇന്ത്യൻ കച്ചവടക്കാരനെ? എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കറിയുമോ യൂസുഫ് മർഫാനി എന്ന് പറയുന്ന ഇന്ത്യക്കാരനായ കച്ചവടക്കാരൻ? ആരായി യൂസുഫ് മർഫാനി എന്നറിയോ? സേവക ഹിന്ദ്, ഇന്ത്യയുടെ സേവകൻ എന്ന പേരില് മഹാനായ സുഭാഷ് ചന്ദ്രബോസ്, മഹാനായ നേതാജി അവാർഡ് നൽകി ആദരിച്ച മനുഷ്യനാണ്. എന്തിനാണ് അവാർഡ് നൽകിയതെന്നറിയുമോ? INA എന്ന് പറയുന്ന ഒരു സൈന്യത്തെ ഉണ്ടാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാരനെതിരെ സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിക്കുമ്പോ രണ്ട് നിലപാടുകൾ നമുക്ക് കാണാനാകും. ഒരു ഭാഗത്ത് ഗാന്ധിജിയുടെ നിലപാടാണ്. ആ നിലപാടെന്ന് പറയുന്നത് അഹിംസയിലൂന്നിക്കൊണ്ടുള്ള ഒരു സമരമുറയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ സ്വീകരിക്കേണ്ടതെന്നാണ്. മറുഭാഗത്ത് മറ്റൊരു നിലപാടുണ്ട്. ആ നിലപാട് നേതാജിയുടേതാണ്, ആ നിലപാട് ഭഗത് സിംഗിന്റേതാണ്, ആ നിലപാട് മറ്റു ഒട്ടനേക നേതാക്കളുടേതാണ്. എന്താണ് അവർ പറഞ്ഞത്? ബ്രിട്ടീഷുകാരൻ ഇങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യുമ്പോ നോക്കി നിൽക്കുന്നതിന് പകരം ബ്രിട്ടീഷുകാരൻ അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യണം. അതിനുവേണ്ടി സൈന്യത്തെ ഉണ്ടാക്കി, ഇന്ത്യൻ നാഷണൽ ആർമി ഉണ്ടാക്കി. ഈ ഇന്ത്യൻ നാഷണൽ ആർമി ഉണ്ടാക്കിയിട്ട് രാജ്യത്തെ ചെറുപ്പക്കാരെ സൈന്യത്തിലേക്ക് ചേർത്തു. അവർക്ക് സൈനിക പരിശീലനം നൽകി. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ സ്വന്തമായിട്ട് ഒരു സേനയെ ഉണ്ടാക്കിയ രാജ്യത്തിന്റെ അഭിമാന പുത്രനാണ് മഹാനായ നേതാജി എന്ന് പറയുന്നത്. സുഭാഷ് ചന്ദ്രബോസ് നേതാജി INA പിരിവിന് വേണ്ടി, INAക്ക് ഫണ്ട് കണ്ടെത്താൻ വേണ്ടി ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നു. പല ആളുകളോടും അദ്ദേഹം സഹായം ചോദിച്ചു. ആ സഹായം ചോദിച്ച കൂട്ടത്തില് യൂസുഫ് മർവാനി എന്ന് പറയുന്ന അന്നത്തെ കാലത്തെ ഗുജറാത്തിയായ വലിയ കച്ചവടക്കാരനാണ് യൂസുഫ് മർവാനി. ആ കച്ചവടക്കാരന്റെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, ഇന്ത്യൻ നാഷണൽ ആർമിക്ക് നിങ്ങൾ സഹായിക്കണം. യൂസുഫ് മർവാനി എന്താ ചെയ്തെന്നറിയോ? യൂസുഫ് മർവാനി തന്റെ സമ്പാദ്യത്തിന്റെ സകല എടുത്തിട്ട് 1,06,00,000 രൂപ, 1,06,00,000 രൂപ സുഭാഷ് ചന്ദ്രബോസിന്റെ കയ്യിലേക്ക് വെച്ചുകൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. നേതാജിയും നേതാക്കൾ എല്ലാവരും അത്ഭുത സ്തബ്ധരായി. ഇന്നത്തെ കാലമല്ല ഞാൻ പറയുന്നത്, സ്വാതന്ത്ര്യത്തിന്റെയും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അന്നത്തെ 1 കോടി രൂപക്ക് എന്തൊക്കെ വാങ്ങിക്കൂട്ടാനാകുമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ചു നോക്കൂ. 1,06,00,000 രൂപ ഏത് കാലത്ത് ഏകദേശം 80-90 വർഷങ്ങൾക്ക് മുമ്പ് 1,06,00,000 രൂപ ആ ഭീമമായ സംഖ്യ കയ്യിലേക്ക് തന്നപ്പോഴാണ് നേതാജി പറഞ്ഞത്, നിങ്ങൾ ഈ രാജ്യത്തിന്റെ സേവകനാണ്, നിങ്ങൾ ഈ രാജ്യത്തിന്റെ സേവകനാണ്. ഈ രംഗത്തിന് സാക്ഷിയായി വയസ്സായ ഒരു ഉമ്മ ഉണ്ടായിരുന്നു. ആ ഉമ്മ നേതാജിയുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, യൂസുഫ് മർവാനി നിങ്ങളെ കയ്യിലേക്ക് 1,06,00,000 രൂപ വെച്ച് തരുമ്പോ എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കും നിങ്ങളെ സഹായിക്കണമെന്ന്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് സഹായിക്കണമെന്ന്, ഭാരതത്തിന് വേണ്ടി സംഭാവന ചെയ്യണമെന്ന്. എന്റെ കയ്യിൽ ഒരു നാണയം പോലുമില്ല, സഹായിക്കാനൊന്നുമില്ല. നേതാജി പറഞ്ഞു, ഉമ്മ നിങ്ങളെ വിഷമിക്കേണ്ടതില്ല, നിങ്ങളെ ചെറുപ്പക്കാരനായ മകനുണ്ടല്ലോ, ആ മകനെ എനിക്ക് തരികയാണെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്തിന് ചെയ്യാവുന്ന വലിയ സേവനമായിരിക്കും അത്. നേതാജിയുടെ വാക്ക് കേട്ട് ആകെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട മകൻ, ഒരേ ഒരു മകൻ, ആ മകനോട് ആ ഉമ്മ പറയുകയാണ്, ആ
ആ ഉമ്മ പറയാണ്, നേതാജിയോടൊപ്പം INA-യുടെ ഭാഗമായിട്ട് നീ പോകണം. സൈന്യത്തിലെ വലിയ മേജറായി വലിയ പദവിയിലേക്ക് വളർന്നു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തില് ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. അയാളുടെ ജനാസ ഈ ഉമ്മയുടെ മുമ്പിലേക്ക് കൊണ്ടുവെക്കപ്പെട്ട ഒരു സന്ദർഭമുണ്ട്. അതടിച്ചുകൂടി ആളുകളുടെ പുരുഷാരത്തിന്റെ കണ്ണ് നിറഞ്ഞുപോയ ഒരു സന്ദർഭമാണ്. കാരണം ഒരേ ഒരു മകനെ സൈന്യത്തിലേക്ക് അയച്ചു. ആ മകന് രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായി. ആ മകന്റെ മയ്യത്തിന്റെ മുമ്പില് വേദനയോടുകൂടെ നിൽക്കുന്ന ഉമ്മയെ നോക്കിയിട്ട് നേതാജി തന്റെ സൈന്യത്തോട് പറഞ്ഞു, സുഭാഷ് ചന്ദ്രബോസ്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചരിത്രം പഠിക്കണം. ഈ ചരിത്രം ഒന്നും അറിയാതെ സ്വാതന്ത്ര്യ സമര പോരാട്ട കാലത്ത് വെയിൽ കൊണ്ട പാരമ്പര്യം പോലും ഇല്ലാത്ത ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിലിരുന്ന് പുതിയ കാലത്ത് ചരിത്രം എഴുതുമോ നമ്മൾ ആവർത്തിച്ചു പറയേണ്ടത് ഇതുപോലുള്ള ചരിത്രമാണ്. സംഘപരിവാറുകാരന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ വെയിൽ കൊണ്ട പാരമ്പര്യമില്ല എന്ന് ഈ രാജ്യത്തുറക്കെ പറയേണ്ട സമയമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. യൂസുഫ് മർവാനി 1,06,00,000 രൂപ നൽകി അവിടെ വെച്ചിട്ട് മകനെ നൽകിയ ഉമ്മ, ആ ഉമ്മാന്റെ മുമ്പിലേക്ക് മകന്റെ മയ്യത്താ കൊണ്ടുവന്നത്. മകന്റെ മയ്യത്തിന്റെ മുമ്പില് വേദനയോടുകൂടെ നിൽക്കുന്ന പ്രായമുള്ള ഉമ്മ, ആ ഉമ്മയെ നോക്കിയിട്ട് സുഭാഷ് ചന്ദ്രബോസ് തന്റെ സൈന്യത്തോട് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ട അനുചരന്മാരോട് മഹാനായ നേതാജി പറഞ്ഞു, നിങ്ങൾക്കറിയുമോ ആരാണ് ഭാരത മാതാവ് എന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നില്ലേ? ആരാണ് ഭാരത മാതാവ് എന്ന് നിങ്ങൾക്കറിയുമോ? സൈനികർ വേദനയോടുകൂടെ നിശബ്ദരായിട്ട് നിൽക്കുകയാണ്. നേതാജി പറഞ്ഞു, ഭാരത മാതാവ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഭാരത മാതാവ് ഇതാ ഈ ഇരിക്കുന്ന കണ്ണീരോടുകൂടെ നിൽക്കുന്ന ഈ ഉമ്മ, ഇവരാണ് ഭാരത മാതാവ്. ഈ സ്ത്രീയാണ് ഭാരത മാതാവ് എന്ന് മഹാനായ നേതാജി സുഭാഷ് ചന്ദ്രബോസ് തന്റെ സൈന്യത്തോട് പറയുകയാണ്. ഈ യൂസുഫ് മർവാനി ഉണ്ടാക്കിയ സമുദായത്തിന്റെ പിന്തലമുറയാണ് നമ്മള്. ഈ ഉമ്മയുടെ ഭാരത മാതാവെന്ന് നേതാജി പറഞ്ഞ ആ ഉമ്മയുടെ പിന്തലമുറയാ നമ്മള്. ആ പിതാ ഉമ്മയെ നിങ്ങൾക്കറിയുമോ? മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലി എന്ന് പറയുന്ന 2 ധീര ദേശാഭിമാനികളെ ഈ രാജ്യത്തിന് സംഭാവന ചെയ്തവരാണ്. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരായിരുന്നു. ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ആലോചിക്കുന്നത് ആദരണീയരായ ശൈഖുന ത്വാഖ ഉസ്താദ് ഉണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഈ നേതൃത്വം നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. ഈ നേതൃത്വം നമുക്ക് വേണം. വല്ലാത്ത ഒരു സാന്നിധ്യമാണ്. അല്ലാഹുവേ ആഫിയത്ത് നൽകണേ തമ്പുരാനെ, ദീർഘായുസ്സ് നൽകണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കി സ്നേഹിക്കേണ്ട ഒരു നേതാവാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ആലോചിച്ചത്, വന്യരായ ഉസ്താദിന് സംസാരിക്കാൻ പ്രയാസമില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എന്നെക്കാൾ മനോഹരമായി ഈ രാജ്യത്തെ മുസ്ലിം ഉമ്മത്തിന്റെ ഇന്നലകളെ പറ്റി ഏറ്റവും നന്നായിട്ട് സംസാരിക്കേണ്ട 1-ാം നമ്പറുകാരൻ വന്യരായ ഉസ്താദ് തന്നെയാണ്. ഉസ്താദിനറിയുന്ന ചരിത്രത്തിന്റെ ഒരംശം പോലും നമുക്കാർക്കും അറിയില്ല. ഉസ്താദിന്റെ ഇൽമിന്റെ അടുത്തുകൂടെ പോയവർ പോലും നമ്മളെ കൂട്ടത്തിൽ ഒരാളുമില്ല. അല്ലാഹുവേ ഞങ്ങളെ നേതാക്കൾക്ക് നീ ദീർഘായുസ്സ് നൽകണേ തമ്പുരാനെ. ഞാൻ പറഞ്ഞു വന്നത്, മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും അവർ ജയിലിൽ കിടക്കുന്ന സന്ദർഭം, ബി ഉമ്മ എന്ന് പറയുന്ന അവരുടെ ഉമ്മ, ആബിദ ഉമ്മ, വളരെ ചെറുപ്പത്തില് ചെറിയ പ്രായത്തില് 2 ചെറിയ മക്കൾ ഉണ്ടായിരിക്കെ അവര് വിധവയായതാണ്. തന്റെ മക്കളെ വളർത്തി വലുതാക്കി വലിയ ആലിമീങ്ങളാക്കി, സമുദായത്തിന്റെ നേതാക്കളാക്കി, രാജ്യത്തിന്റെ നേതാക്കളാക്കി, സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചോളയിലേക്ക് ആ മക്കളെ പറഞ്ഞയച്ചവരാണ്. ആ മക്കള് ജയിലിൽ കിടക്കുമ്പോ അവര് ഗവൺമെന്റിനോട് മാപ്പ് ചോദിക്കുമോ എന്ന് പേടിച്ചിട്ട് ആ ഉമ്മ ജയിലിലേക്ക് ചെന്നു. ജയിലിലേക്ക് ചെന്നിട്ട് ആ മക്കള്, പ്രിയപ്പെട്ട തന്റെ 2 മക്കള്, ആ മക്കളോട് ആ ഉമ്മ പറയുകയാണ്. ആബിദ ഉമ്മ എന്താ ഉമ്മ പറയുന്നത്? ഉമ്മ മക്കളോട് ചെന്നിട്ട് പറയുന്നത് എന്താ? മക്കളെ, മാപ്പ് എഴുതിയിട്ട് ജയിലിൽ നിന്ന് പുറത്തു വരൂ. എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങളല്ലാതെ എനിക്ക് മറ്റൊരാളുമില്ല എന്നല്ല ഉമ്മ പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്. സെല്ലുലാർ ജയിലിൽ കിടക്കുമ്പോ ബ്രിട്ടീഷുകാരനോട്
നിങ്ങൾ എനിക്ക് മാപ്പ് തരികയാണെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ വിനീത സേവകനായിട്ട് ഞാൻ നിലകൊള്ളാമെന്നും രാജ്യത്തെ ചെറുപ്പക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാത്ത വിധം ഞാൻ അവരെ സംരക്ഷിച്ച് അവരെ പ്രതിരോധിക്കാമെന്നും 6 വട്ടം ആവർത്തിച്ച് മാപ്പെഴുതിയ സവർക്കറുടെ പിൻതലമുറക്ക് ഈ ചരിത്രം ഉൾക്കൊള്ളാനാവില്ല. സവർക്കറുടെ പിൻതലമുറക്ക് ഇത് മനസ്സിലാക്കാനുള്ള ഇച്ഛാശക്തിയും ഇത് മനസ്സിലാക്കാനുള്ള പാരമ്പര്യവും ഇത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രസ്നേഹവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആബിദ ഉമ്മ ചെന്നിട്ട് പറയുകയാണ്, മക്കളെ ബ്രിട്ടീഷുകാരനോട് മാപ്പ് പറഞ്ഞേക്കരുത്. ബ്രിട്ടീഷുകാരനോട് നിങ്ങൾക്ക് നിങ്ങളെ ജീവനോട് കഴുമരത്തിൽ തൂക്കിലേറ്റാനാണ് ബ്രിട്ടീഷുകാരൻ തീരുമാനിക്കുന്നതെങ്കിൽ, നിങ്ങളെ കൊല്ലാനാണ് ബ്രിട്ടീഷുകാരൻ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് അവസാനമായിട്ട് കഴുമരത്തിലേക്ക് പോകുമ്പോ ഒരു തുള്ളി വെള്ളം വാങ്ങി കുടിക്കരുതേ എന്ന് പ്രിയപ്പെട്ട മക്കളോട് വസിയത്ത് പറഞ്ഞ ഒരു ഉമ്മയുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. ആബിദ ഉമ്മ, ആ ഉമ്മയുടെ പാരമ്പര്യമാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിന് പറയാനുള്ളത്. അങ്ങനെ പറഞ്ഞു പോകുമ്പോ ഒരുപാടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യ ദിനം എല്ലാ അർത്ഥത്തിലും അർത്ഥപൂർണമാവണമെങ്കിൽ, ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം അതിന്റെ അർത്ഥപൂർണതയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. രാജ്യത്തൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? We the people of India, we the people of India. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഞാൻ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നിങ്ങൾക്ക് കഴുമരമാണ് നൽകപ്പെടുന്നതെങ്കിൽ ഇല്ല, ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വാങ്ങി കുടിക്കരുതെന്ന് മക്കളോട്, ജയിലിൽ കിടക്കുന്ന മക്കളോട് പറയാൻ ഒരു ഈമാനിന്റെ കരുത്ത് ആബിദ ഉമ്മക്കുണ്ടെങ്കിൽ, ഇതൊരു ആബിദ ഉമ്മന്റെ ചരിത്രം മാത്രമല്ല, ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിന്റെ കഴിഞ്ഞ കാല തലമുറയുടെ ചരിത്രമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ത്യ രാജ്യത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയം, ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരിക്കുന്ന സമയം, അദ്ദേഹം ബീഹാറിലെ ചമ്പാരനിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്നു. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ചരിത്രമാണ്. ബീഹാറിലെ ചമ്പാരൻ, ഈ ചമ്പാരന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അവിടെയാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാനായ സാക്ഷാൽ ഗാന്ധി ഉപവാസം ഇരുന്നത് അവിടെയാണ്. ഗാന്ധി സത്യാഗ്രഹം ഇരുന്ന സ്ഥലമാണ് ചമ്പാരൻ എന്ന് പറയുന്നത്. ചമ്പാരൻ സത്യാഗ്രഹം നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ ചമ്പാരനിൽ ഒരു വലിയ പരിപാടിയിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കടന്നു ചെന്നു. രാജേന്ദ്ര പ്രസാദ് ആ പരിപാടിയിലേക്ക് ചെന്നു. ആളുകൾ, ആ പാലവൃദ്ധ ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. രാഷ്ട്രപതിയാണ്. പ്രോട്ടോകോൾ അനുസരിച്ച് ഇന്ത്യ രാജ്യത്തെ 1-ാം നമ്പർ പൗരൻ ആരെന്ന് ചോദിച്ചാൽ പ്രസിഡന്റാണ്. കർണാടകയിലെ 1-ാം നമ്പർ പൗരൻ ആരാ എന്ന് ചോദിച്ചാൽ അത് ഗവർണർ. പ്രോട്ടോകോൾ അങ്ങനെയാണ്. പ്രോട്ടോകോൾ പ്രകാരം കർണാടകയിലെ 2ാമത്തെ ആള് പ്രിയങ്കരനായ സ്പീക്കർ UT ഖാദർ സാഹിബാണ്. ഒരുപക്ഷെ അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ വേദിയിലേക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ വാർഷികത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വന്നു ബീഹാറിലേക്ക്. പരിപാടിയില് മഹാനായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വേദിയുടെ നടുവിലിരിക്കുകയാണ്. ഒരുപാട് പ്രഗത്ഭരായ നേതാക്കള് അദ്ദേഹത്തിന്റെ ചുറ്റിലുമുണ്ട്, മന്ത്രിമാര്, നേതാക്കള്. സദസ്സിന്റെ മുൻപിൽ
മുൻഭാഗത്ത് താടി വെച്ച ഒരു സാധുവായ മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. ആ മനുഷ്യനെ കണ്ടപ്പോഴേക്കും മഹാനായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഇന്ത്യയുടെ പ്രസിഡന്റ്, എണീറ്റ് നിന്നിട്ട് ആ മനുഷ്യനടുത്തേക്ക് വിളിച്ചു. ആളുകൾ അത്ഭുതത്തോടെ നോക്കുകയാണ്, സെക്യൂരിറ്റി നോക്കുകയാണ്. ഒരു സാധു ആ മനുഷ്യനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്റെ തൊട്ടടുത്ത് ഒരു കസേര കൊടുത്തു. ആ കസേരയിൽ ആ മനുഷ്യനെ ഇരുത്തിയിട്ട് അദ്ദേഹം മൈക്കിന്റെ മുമ്പിൽ പ്രസംഗിക്കാൻ വന്നപ്പോ ചരിത്രം പല രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രസംഗിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ആരാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? ജനങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. തടിച്ചുകൂടി ആയിരക്കണക്കിന് ആളുകളുണ്ട്. എല്ലാവരും ഉറ്റുനോക്കുകയാണ്. എന്താണ് രാജേന്ദ്ര പ്രസാദ് പറയാൻ വേണ്ടി പോകുന്നത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു, നിങ്ങൾ ഒരു പക്ഷെ പറയുക രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത് മഹാനായ ബാപ്പുജിയാണെന്നാണ്. നിങ്ങൾ പറയുക സാക്ഷാൽ ഗാന്ധിയാണ് എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ പ്രസംഗമാണ്. ഈ രാജ്യത്തിന് ആരാ സ്വാതന്ത്ര്യം വാങ്ങിത്തന്നതെന്ന് നിങ്ങൾക്കറിയുമോ? ആളുകള് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. അദ്ദേഹം തന്റെ പ്രസംഗം തുടർന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു, ബാപ്പുജിയാണ് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാം. എന്നാലും ഞാൻ പറയുന്നത്, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത് ഈ ഇരിക്കുന്ന മനുഷ്യനാണ്. ആളുകൾ അത്ഭുതത്തോടെ നോക്കി. സാധുവായ താടി വെച്ച ആ മനുഷ്യനാണോ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത്? ചമ്പാരനിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സാധു മനുഷ്യന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു, നിങ്ങൾക്കൊരു സംഭവം ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ചമ്പാരന് സത്യാഗ്രഹം നടക്കുന്ന സമയം മഹാത്മാഗാന്ധി താമസിക്കുന്നിടത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്നത് ഈ സാധു മനുഷ്യനാണ്. ബട്ടക് മിയാൻ എന്ന് പറയുന്ന ഈ മനുഷ്യനാണ് ഗാന്ധിജിക്ക് ആവശ്യമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനിടയിൽ ബ്രിട്ടീഷുകാരന് വന്നു ബട്ടക് മിയാനെ പിടികൂടി. ബട്ടക് മിയാനോട് പറഞ്ഞു, ഞങ്ങൾ ഒരൽപ്പം വിഷം നിങ്ങളെ കയ്യിലേക്ക് തരും. നിങ്ങൾ ആ ഭക്ഷണം രാത്രി ഗാന്ധിജിയുടെ പാനീയത്തിൽ കലക്കി കൊടുക്കണം. മഹാത്മാഗാന്ധി രാത്രി കിടക്കുമ്പോ പാനീയം കുടിക്കുമ്പോ ആ പാനീയത്തിലേക്ക് നിങ്ങൾ വിഷം കലർത്തിയിട്ട് കൊടുക്കണം. പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പാരിതോഷികങ്ങളുണ്ട്, സമ്മാനങ്ങളുണ്ട്, വലിയ അംഗീകാരങ്ങളുണ്ട്. എങ്ങാനും ഇത് നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും, നിങ്ങളെ മക്കൾ അനുഭവിക്കേണ്ടി വരും, നിങ്ങളെ കുടുംബം അനുഭവിക്കേണ്ടി വരും, വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ബട്ടക് മിയാൻ എന്ന സാധു മനുഷ്യന് മനസ്സില്ല മനസ്സോടെ ആ വിഷം കയ്യിലേക്ക് വാങ്ങി. അങ്ങനെ രാത്രി ഉപവാസം ഇരിക്കുന്ന, സത്യാഗ്രഹം ഇരിക്കുന്ന ഗാന്ധിജി വിശ്രമത്തിന് വേണ്ടി വന്ന സമയം ബട്ടക് മിയാന് ആ പാനീയത്തിലേക്ക് വിഷം കലർത്തിയിട്ട് മെല്ലെ ബാപ്പുജിയുടെ അടുക്കലേക്ക് ചെന്നു. ബാപ്പുജിയോട് സ്നേഹത്തോടെ ചോദിച്ചു, നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണോ? കുടിക്കാൻ പാനീയം വേണോ? മഹാത്മാഗാന്ധി അതെ എന്ന് പറഞ്ഞപ്പോ ബട്ടക് മിയാന് മെല്ലെ പാത്രം കൊണ്ടുപോയിട്ട് ഗാന്ധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഗാന്ധിജി പാത്രം വാങ്ങിയിട്ട് കുടിക്കാൻ ഒരുങ്ങുമ്പോ ബട്ടക് മിയാന്റെ മനസ്സനുവദിച്ചില്ല. രാജ്യത്തിന്റെ നേതാവിനെ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷയായ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രതീക്ഷയായ ഈ ഗാന്ധിജിയെ ഇല്ലാതാക്കുന്നതിന് ബട്ടക് മിയാന്റെ മനസ്സൊത്തില്ല. ബട്ടക് മിയാന് ഗാന്ധിജിയുടെ കയ്യിൽ നിന്ന് പാത്രം വാങ്ങി. ഗാന്ധിജി ചോദിച്ചു, എന്തേ? മഹാനായ മഹാത്മാഗാന്ധിയോട് ബട്ടക് മിയാൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ ഈ വെള്ളം കുടിക്കാൻ പാടില്ല. ബാപ്പുജി ചോദിച്ചു, എന്താണ് കുഴപ്പം? ബട്ടക് മിയാൻ പറഞ്ഞു, ഞാൻ അതിൽ വിഷം കലർത്തിയിട്ടുണ്ട്. നിങ്ങളെ കൊല്ലാൻ വേണ്ടി ബ്രിട്ടീഷുകാരെ തന്നതാണ്. ഇല്ല ബാപ്പുജി, നിങ്ങളെ കൊല്ലാൻ എനിക്കാവില്ല. ഈ രാജ്യത്തിന് നിങ്ങൾ ആവശ്യമാണ്. ഒരു പക്ഷെ ബ്രിട്ടീഷുകാരൻ നാളെ എന്നെ കൊന്നേക്കാം. പക്ഷേ ബാപ്പുജി, നിങ്ങളെ ഈ രാജ്യത്തിന് ആവശ്യമാണ്. നിങ്ങളെ ഒറ്റുകൊടുക്കാൻ എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ ബട്ടക് മിയാൻ മഹാത്മാഗാന്ധിയുടെ ജീവനെയാണ് അന്ന് സംരക്ഷിച്ചത് എന്ന് പറയുന്നത് ആരാ? രാജ്യത്തിന്റെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ആളുകൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. ബട്ടക് മിയാന്റെ കുടുംബം വലിയ പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നു. അവിടുത്തെ ജന്മിമാർ
ചമ്പാരനിലെ ജന്മിമാരും അതുപോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥര് ചേർന്ന് ബട്ടക് മിയാനെയും കുടുംബത്തെയും പല രീതിയിലാണ് വേദനിപ്പിച്ചത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ബട്ടക് മിയാന് ഒരുപാട് അംഗീകാരങ്ങൾ കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ അതൊന്നും കൊടുത്തിരുന്നില്ല. പിന്നീട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വന്നിട്ട് ആയിരക്കണക്കിന് ആളുകളെ മുമ്പിൽ ഈ ചരിത്രം പറയുമ്പോഴാണ് ആളുകൾ അത്ഭുതപ്പെട്ടു പോയത്. ആരാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത് എന്നതിന് രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു, ബട്ടക് മിയാനാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത്. നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ, അന്തമാനിലെ സെല്ലുലാർ ജയിലില് തടവുകാരനായിട്ട് കഴിയുമ്പോ ബ്രിട്ടീഷുകാർക്ക് മുമ്പില് വളരെ വിനയത്തോടുകൂടെ 6 വട്ടം ആവർത്തിച്ച് മാപ്പ് എഴുതി കൊടുത്ത ഒരാളുണ്ട്. ഇന്ന് സംഘപരിവാർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനിയായി നേതാവായിട്ട് പരിചയപ്പെടുത്തുന്നത് ആ സവർക്കറെയാണ്. ഈ സവർക്കറുടെ പാരമ്പര്യവും പഞ്ചാബിലെ ജയിലിനകത്ത് കിടക്കുമ്പോ 20 വയസ്സ് മാത്രം പിന്നിട്ട നേരത്ത് ജീവൻ തിരിച്ചു നൽകാൻ മാപ്പപേക്ഷിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ എനിക്ക് വേണ്ടി കരുതി വെച്ച ശിക്ഷയിൽ ഒരളവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ കഴുമരത്തിനപ്പുറം ഞാൻ ആഗ്രഹിക്കുന്നത് നെഞ്ചത്തേക്ക് വെടികൊണ്ട് മരിക്കാനാണ് എന്ന് ധൈര്യപൂർവ്വം കത്തെഴുതിയ ഒരു ചെറുപ്പക്കാരനുണ്ട്. സാക്ഷാൽ ഭഗത് സിംഗ് ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധിയാണ്. മഹാനായ ബട്ടക് മിയാൻ ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധിയാണ്. ഇതുപോലുള്ള ആയിരക്കണക്കിന് ധീരദേശാഭിമാനികളുടെ ചുടുചോര കൊണ്ട് എഴുതിയ ഇതിഹാസ ചരിതമാണ് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുമ്പോ പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 2024 ഓഗസ്റ്റ് 15 നമ്മൾ നിലകൊള്ളുമ്പോ ഒരു പ്രതീക്ഷയുണ്ട്. 2023 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം പോലെയല്ല. 2024 ഓഗസ്റ്റ് 15 78ാം സ്വാതന്ത്ര്യ ദിനം എന്നത് സന്തോഷപൂർവ്വം നമ്മൾ പങ്കുവെക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ശക്തി എന്തെന്ന് ഫാസിസ്റ്റ് ആസുരകാലത്തെ ഏകാധിപതി തിരിച്ചറിഞ്ഞ നേരമാണ് ഈ ദിവസം എന്നുകൂടി നമുക്ക് അഭിമാനപൂർവ്വം ഓർക്കാനാവും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഭരണഘടന നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ഭരണഘടന, we the people of India having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic. We the people of India, നാം ഭാരതീയർ. എത്ര മനോഹരമാണ് ആ വാക്ക്, നാം ഭാരതീയർ. ഏത് മതത്തിൽപ്പെട്ടവനായിക്കോട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവനാവട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്നവനാവട്ടെ, ഈ മണ്ണിൽ പറന്നവനാണോ, ഈ രാജ്യത്തിന്റെ അവകാശിയാണോ, ഈ രാജ്യത്തിന്റെ സന്തതിയാണോ, we the people of India, നാം ഭാരതീയർ, having solemnly resolved, നമ്മളിതാ സമതയെ പ്രഖ്യാപിക്കുകയാണ്. we the people of India, we the people of India. ഓഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനും അഭിമാനപൂർവ്വം പറയേണ്ട ഉന്നതമായ വാക്യമാണ് കാവ്യാത്മകമായിട്ട് ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. we the people of India. ഉറക്കെ ഉച്ചസ്ഥിരം നമ്മൾ പറയേണ്ട വചനങ്ങളാണ്. and to ensure to all its citizens justice, liberty, equality and fraternity. ഈ രാജ്യം പൗരന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്നത്, ഇന്ത്യ അതിന്റെ മക്കൾക്ക്, ഭാരതം അതിന്റെ സന്താനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് and to ensure to all its citizens justice, ഒന്ന് നീതിയാണ്, liberty മറ്റൊന്ന് സ്വാതന്ത്ര്യമാണ്, മറ്റൊന്ന് സമത്വമാണ്, മറ്റൊന്ന് സാഹോദര്യമാണ്. ഈ ഉന്നതമായ 4 ദർശനങ്ങളാണ് രാജ്യത്തിന്റെ പൗരന്മാർക്ക് ഇന്ത്യയുടെ ഭരണഘടന നൽകുന്നത്. അന്തസ്സാർന്ന അവകാശങ്ങള് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ അവകാശത്തില് ഒരു തരി കൈയിട്ട് വരാൻ ഇല്ല, ഒരാളെയും അനുവദിക്കില്ല എന്ന പ്രതിജ്ഞ തന്നെയാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്തസ്സാർന്ന പ്രഖ്യാപനം എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, അതിന് വഖഫ് സ്വത്താണെങ്കിലും, അതിന് ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളാണെങ്കിലും, അത് റിസർവേഷൻ ആണെങ്കിലും, ഏത് അവകാശത്തിന്റെയും ഒരു തരി വിട്ട്
വിട്ടുതരാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയുന്നത് ഫാത്തിമ ആബിദ ഉമ്മയുടെ ബട്ടക്മിയാന്റെ പിൻതലമുറയാണെന്ന് അഭിമാനപൂർവം ഈ സ്വാതന്ത്ര്യത്തിന്റെ സായാഹ്നത്തിൽ പങ്കുവെച്ചുകൊണ്ട് ഒരിക്കലൂടെ ഈ മനോഹരമായ നിമിഷം ഒരുക്കിയ SYSന്റെ പ്രിയപ്പെട്ട നേതാക്കൾക്ക് 1000 അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഓഗസ്റ്റ് 19 തീയതി മറ്റന്നാൾ തിങ്കളാഴ്ച നമ്മുടെ മഹത്തായ ദാറുൽ ഹുദ സ്ഥാപനമായ നൂറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി നൂറുൽ ഹുദയുടെ 10ാം വാർഷിക പ്രഖ്യാപന സമ്മേളനം നടക്കുകയാണ്. പാണക്കാട് അബ്ബാസ് അലി തങ്ങള്, വന്യരായ ശൈഖുന തോക്ക ഉസ്താദ് അടക്കമുള്ള സമസ്തയുടെ സമുന്നതരായ നേതാക്കള്, മുഷാവറയിലെ പ്രഗത്ഭരായ നേതാക്കള്, കർണാടകയിലെ മന്ത്രിമാര്, സ്പീക്കർ അടക്കം ഒരുപാട് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നേതാക്കള് ഒക്കെ പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ്. 370-ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ മനോഹരമായ ഒരു ക്യാൻറ്റീന്റെ ഉദ്ഘാടന സമ്മേളനമാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ടവരെ മുഴുവനും ആ പരിപാടിയിലേക്ക് അഭിമാനപൂർവ്വം ഇവിടെ ഇരിക്കുന്ന നേതാക്കൾ, ഉസ്താദുമാർ, എല്ലാ സഹപ്രവർത്തകരെയും ആ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ഉച്ചക്ക് 2 മണിക്കാണ് ഇൻഷാ അല്ലാഹ് പരിപാടി. 19 തീയതി തിങ്കളാഴ്ച ഉച്ചക്ക് 2 മണിക്ക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.